കോഴിമുട്ട കൊണ്ടുള്ള ഒരു ഡിഷാണിന്ന്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കണക്കിലാണ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവെടുക്കേണ്ടത്. നല്ലോണം പഴുത്ത 2 തക്കാളി, 2 പച്ചമുളക്, ഫ്രഷ് ഗ്രീൻ പീസ്, ഇതില്ലെങ്കിൽ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിക്കണം. ഇടത്തരം വലുപ്പത്തിലുള്ള 2 സബോള എടുത്തിട്ടുണ്ട്. തക്കാളി നുറുക്കാം. നീളത്തിലാണ് നുറുക്കുന്നത്, തീരെ കനം കുറയേണ്ട. ഇനി സബോളയും അതേ ഷേപ്പിൽ തന്നെ നുറുക്കിയെടുക്കാം. നീളത്തിൽ തന്നെ കോഴിമുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കോഴിമുട്ട ബീറ്റ് ചെയ്തത് ഒരൊറ്റ ഓംലെറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തിരിച്ചിടണ്ട, പ്ലേറ്റിലേക്ക് മാറ്റാം. അടിയിലത്തെ വശം ഇത്തിരി ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഈ മോൾ ഭാഗം കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. സബോള നുറുക്കിയത് ഒന്ന് വഴന്നു വരണം. വല്ലാണ്ട് മൊരിയണ്ട, വെന്താൽ മാത്രം മതി. ഇനി ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതും 1 മിനിറ്റ് ഒക്കെ മതി വേകാൻ. പച്ചമുളക് നീളത്തിൽ കീറിയിടാം. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. കുറച്ച് സമയം വേണ്ടു ഇത് ഉണ്ടാക്കാൻ. ഇനി തക്കാളി, ഇതിലേക്ക് വേണ്ടത്ര ഉപ്പ്. ഓംലെറ്റിൽ നമ്മൾ വേറെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ്, വെറുതെയും കഴിക്കാൻ പറ്റും. ഇപ്പോൾ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഓംലെറ്റ് കഷ്ണങ്ങളാക്കിയതും കൂടി ചേർക്കാം. ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ 1-2 കോഴിമുട്ട എടുത്താൽ മതിയാവും. അങ്ങനെ മുട്ട തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട്.